പത്മജ ഇനി തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞ ആളെ അറിയാമോ? അതാരാ? ഒരു തന്തയ്ക്ക് പറക്കാത്തവനാ. എന്തായാലും ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതിയുണ്ട്, ലൂസിഫർ സിനിമയിൽ അത് കാണിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് എന്നുള്ളതാണ് സംഭവം. എന്തായാലും അന്ന് രാഹുൽ പറഞ്ഞത് കർമ്മയടിച്ചതാണോ? കാരണം ഇപ്പൊ ആ തന്ത എന്നുള്ള അതേ വിഷയത്തിൽ തന്നെയാണ് കറങ്ങി ഇയാൾക്ക് പണിയും വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നുന്നില്ലേ? വിജയ് കേട്ടിട്ടുണ്ടോ കർമ്മ ഈസ് ബൂമറാങ് എന്ന്? നമ്മൾ എന്ത് ചെയ്യുന്നു അത് തിരിച്ച് നമുക്ക് തന്നെ അടിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പത്മജ വേണുഗോപാൽ മുരളീധരൻ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ. അല്ല, സഹോദരൻ മുരളീധരനെ ഈ സോഷ്യൽ മീഡിയ വിളിക്കുന്ന കിങ്ങിണി കൂട്ടരെന്നാണ്. ഇപ്പോ ഒരു പോസ്റ്റ് വന്നത് ഞാൻ കണ്ടത്, മുരളീധരൻ പറയുന്നത് ഇതൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന്, ഇതൊന്നും സത്യമല്ല എന്ന്. അപ്പോ സ്വന്തം തന്തയെ പെങ്ങളക്കെതിരെ പറഞ്ഞവനെ കിങ്ങിണിക്കൂട്ടം താങ്ങുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇപ്പോ കെ മുരളീധരനെ ഒക്കെ വലിയ രീതിയിൽ വലിച്ചു കീറുന്നുണ്ട്. അപ്പോ ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് അവർ പരാതി പറഞ്ഞു. ആ പരാതിയൊന്നും ആരും മുഖവിലേക്ക് എടുത്തില്ല. കരുണാകരൻ എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ഏതൊക്കെ തരത്തിൽ വളർത്തിയ ഒരു മനുഷ്യനാണെന്ന് പോലും ചിന്തിക്കാതെയാണ് അവരുടെ മകളെ ഒരു തരത്തിലും കോൺഗ്രസിനകത്ത് നിർത്താൻ ആർക്കും താല്പര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ പാർട്ടി മാറിയത്. ഒരു BJP-യിലേക്ക് വന്നു. ഇപ്പോൾ BJP-യിൽ അവർ നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അന്ന് ആ പറഞ്ഞത് അവരെ വല്ലാതെ കൊണ്ട് ഒരു അമ്മയെ പോലും, അതായത് കരുണാകരന്റെ ഭാര്യ എന്ന് പറയുന്നത് ഏത് പാർട്ടിയിലുള്ളവർ വന്നാലും അവർക്ക് ആഹാരം കൊടുക്കുകയും ഈ മരിക്കുന്നത് വരെ അവർ ഒരു കാര്യത്തിലും ഇടപെടുന്നതോ അവരെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു സ്ത്രീയായ അവരെ ഇനി തന്തയ്ക്ക് പറഞ്ഞവളല്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ കൂടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. മരണപ്പെട്ടവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ജീവിച്ചിരിക്കുന്നവരെ പറയുന്നതിനേക്കാൾ കൂടുതൽ പാവമാണ് മരണപ്പെട്ടവരെ പറയുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കൃത്യമായ ഉത്തരം കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ പത്മജ വേണുഗോപാൽ എടുത്ത് നിലത്തടിച്ചിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ളതാണ്. അവരെ കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അമ്മയ്ക്ക് അന്ന് പറഞ്ഞതിന്റെ കർമ്മഫലമാണ് ഇന്ന് അയാൾ അനുഭവിക്കുന്നതെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അരുമ ശിഷ്യനായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും അവർ സംരക്ഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ചതൊക്കെ ശരി തന്നെ. പക്ഷേ KPCC പ്രസിഡന്റ് പ്രസ്താവന അത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും സംരക്ഷിക്കാൻ പാടില്ല എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു നേതാവിന് എതിരായ ഒരു വിമർശനം നടന്നിട്ടും തൻ്റെ മാതാവിനെതിരെ അന്ന് നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഇവരാരും പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യമാണ് പത്മജ വേണുഗോപാൽ ഉയർത്തുന്നത്. അന്നൊരക്ഷരം പോലും തൻ്റെ മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിണ്ടിയില്ല. മുഴുവൻ കേരളത്തിനും മനസ്സിലായിട്ടും രാഹുൽ ചെയ്തത് ശരിയായില്ല എന്ന് പാർട്ടിയിലുള്ള ഒരാൾ പോലും പറഞ്ഞില്ല. പക്ഷേ അയാളുടെ തന്തയല്ല എൻ്റെ തന്ത എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ പ്രതികരിക്കുന്നത്. അതായത് പച്ചയ്ക്ക് രാഹുലിന്റെ തന്തയ്ക്ക് വിളിച്ചു പത്മജ വേണുഗോപാൽ. അവരൊരവസരം നോക്കിയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് പറയുന്നത്. കുതികാൽ വെട്ടുന്നവരും കൂടെ നിന്ന് ചതിക്കുന്നവരും പെൺകുട്ടികളെ ചതിക്കുന്നവരും ആൺകുട്ടികളെ ചതിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കുക, മക്കളെ പണി വരുന്ന വഴി നമ്മൾ പോലും ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്നായിരിക്കും എന്ന് ഒക്കെ ചിന്തിച്ചാൽ നല്ലത്. എന്ത് വിജയ്, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പത്മജ വേണുഗോപാൽ ആ സമയത്ത് ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടു. അവര് BJP-യിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വഞ്ചിച്ചു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഈ സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ട ഒരു സമയത്തും അവര് കോൺഗ്രസിനെതിരെ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു പ്രശ്നം പറഞ്ഞിട്ട് പോലും അത് കൃത്യമായി കേട്ടിട്ട് അതിനൊരു പ്രശ്ന പരിഹാരം നൽകാത്ത ആളുകൾക്ക്, മറ്റു സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് അത് പരിഹരിക്കാൻ കഴിയുന്നത് എന്നാണ് അവർ കൃത്യമായി ചോദിച്ചത്. മറ്റാരെ കുറിച്ച് അവർ മോശമായ ഒരു വാക്കൊന്നും പറഞ്ഞില്ല. എന്നെ BJP വിളിച്ചു, സ്ഥാനമാനങ്ങൾക്കപ്പുറം BJP-യിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ BJP-യിൽ ചേർന്നു. ഒരാൾക്കിപ്പോ ഒരു പാർട്ടി മാറാനും ഇപ്പോ നിന്ന നിൽപ്പിൽ സന്ദീപ് വാര്യറൊക്കെ മാറിയില്ലേ, അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ദിവസം മോദിജി നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു കാലം ഇപ്പുറത്ത് വെച്ചിട്ട് പറയണം മോദി വെറുപ്പിന്റെ ഫാക്ടറിയാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന രാഹുൽ സന്ദീപ് വാര്യർ ജീവിച്ചിരിക്കുന്നതല്ല, സന്ദീപ് വാര്യർ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു വരാൻ അവർ ആഗ്രഹിച്ചെങ്കിൽ തെറ്റി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും രാഹുലിനെ നിലത്ത് മറ്റേ തുണിയൊക്കെ എടുത്തിട്ട് കല്ലിൽ അടിച്ച് നനയ്ക്കൂല, അതുപോലെ എടുത്തിട്ട് ആടിച്ച് നനച്ച് പിഴിഞ്ഞെടുത്ത് അശയിലിട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
സത്യം പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്നാണ് എപ്പോഴും വരുന്നത്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ എന്ന് പേരുള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കഴപ്പാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വല്ലാത്ത കഴപ്പാണ് അദ്ദേഹത്തിന്. ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇതില്ല, ഒരു പറ്റണില്ല അങ്ങോട്ട്. അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രമുഖ വനിതയുണ്ടാരെന്ന് പറയാമോ? ഒരു ക്ലൂ തരാം. അദ്ദേഹം കണ്ണു വെച്ചിട്ടും വിടാത്ത, പിടികൊടുക്കാത്ത എന്റെ പടുപ്പരമ്മച്ചി, ഞാൻ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഈ കാമപ്രാന്തർ എന്നെയും വലയിലാക്കി എന്നെ. പ്രപ്പോസ് ചെയ്തിരുന്നു അല്ലേ? പരസ്യമായി അബിൻ വർക്കി പറഞ്ഞല്ലോ, പരസ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാൾ. അപ്പോ മൊട്ടയായിരുന്നു. അപ്പൊ തന്നെ ചോദിച്ചു, അപ്പൊ രഹസ്യമായി എത്ര പേര് ചെയ്തിട്ടുണ്ട്? പക്ഷെ അന്ന് മറുപടി പറഞ്ഞില്ല. ഇന്ന് കൃത്യമായി നമ്മളെ അരുൺ സാറിന് ഇതൊക്കെ അറിയാം. ഭയങ്കര എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത്? പെൺകുട്ടി പറഞ്ഞത് രാഹുൽ എത്ര തവണ പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. 4 5 കേട്ടില്ല, 5 തവണ 5. അങ്ങനെയൊന്നും പറഞ്ഞില്ല പെൺകുട്ടി. പറഞ്ഞു 5 തവണ എന്നല്ലേ. ചില സമയത്ത് അങ്ങനെ വാക്കൊക്കെ സത്യം നമ്മളിതൊക്കെ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും പത്മജ വേണുഗോപാൽ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട്, അവരൊരു സ്ത്രീയാണ്, അവരനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇരയാകപ്പെട്ട പെൺകുട്ടികൾ മുഴുവൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഇപ്പൊ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാലും മാധ്യമപ്രവർത്തകർക്കൊന്നും ഇത് പറയാനുള്ള യോഗ്യത എത്ര പേർക്കുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പലരും ഇന്നലെ ഈ ചർച്ചയിൽ പലരെയും കാണാനില്ലായിരുന്നു. പല കുടുംബങ്ങളും തകർത്ത പല മാധ്യമപ്രവർത്തകരെയും ആ ചർച്ചയ്ക്കിടയിൽ ഒന്നും ഇന്നലെ കാണാൻ സാധിച്ചില്ല. മുക്കിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പത്മജ വേണുഗോപാൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അവർ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആളുകളുടെ പേരിൽ പരാതി ഉണ്ടാകും. ഈ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അയാൾ ഇനി എന്ത് തുറന്നു പറയുന്നു എന്ന് കാത്തിരിക്കുക തന്നെ വേണം. കാരണം കോൺഗ്രസിനുള്ളിലെ പല ആളുകളെ കുറിച്ചും പല രഹസ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. തന്നെ ആരെങ്കിലും കുതികാൽ വെട്ടാൻ ശ്രമിച്ചാൽ അവരുടെയൊക്കെ ചാറ്റിങ്ങും വീഡിയോ കോളിങ്ങും പെണ്ണ് കേസുകളും എല്ലാം എടുത്ത് പുറത്തിട്ട് നാറ്റിച്ച് നാമാവശേഷമാക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പലരും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു പാർട്ടിയായി അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. കാരണം പെണ്ണ് കേസിൽപ്പെട്ട് കോൺഗ്രസ്, അതായത് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കഴിയുമ്പോൾ മുങ്ങും. എങ്ങോട്ട് മുങ്ങും? പട്ടായയിലേക്ക് മുങ്ങും. അതുപോലെ ഇവരെ നേതാക്കളെല്ലാം പെണ്ണ് കേസിലാണ് പെടുന്നത്. മിക്കവരും പെണ്ണ് കേസിൽ പെട്ട് കിടക്കാണ്. അല്ല, വരാനായിട്ട് അറിയാന്നുള്ള ഭാഷയിൽ വല്ല പെണ്ണുങ്ങളെടുത്ത് പോവേട്ടെ, വല്ല അറിഞ്ഞുവിടാത്ത വല്ല ഭാഷയിൽ. അല്ല, ഇല്ലാത്ത പറയാൻ പാടില്ല. അദ്ദേഹം കാര്യം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സലാം പറഞ്ഞു പോരുക. അതാണ് കോൺഗ്രസിലുള്ളവർ തന്നെ പറഞ്ഞു. നിനക്കിത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ട് കുറെ ഊളകൾ വരും. എനിക്കറിയില്ല, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പോ നിന്റെ തന്തയല്ല രാഹുലെ കരുണാകരൻ സാർ. അദ്ദേഹം ഇനി എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടായാലും കോൺഗ്രസിന്റെ നെടും തൂണായി നിന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ഭാര്യയും മകളെയും അധിക്ഷേപിച്ചതിന് കൃത്യമായ കണക്ക് കാലം തന്നിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പറ്റുമെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് ഒരു ഉത്തമ പുരുഷനായി മാറാൻ ശ്രമിക്കും.